അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഗലീലിയൻ താഴ്വരകളെ ഉമ്മ വെച്ചെത്തിയ കാറ്റലകളിലും ജോർദാൻ പുഴയോരങ്ങളിലും വീണ്ടും മരണഗന്ധം. ഗസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും പിടഞ്ഞു വീഴുന്ന പ്രാണനുകൾ സാക്ഷി പ്രപഞ്ചം കീഴടക്കിയെന്ന് വിചാരിക്കുന്ന ശാസ്ത്ര മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി കാലം ചോദിക്കുന്നു, ഇതോ നിങ്ങൾ കൈവരിച്ച പുരോഗതി? ഈ വേദിയിൽ ഗസ ഈ നിലവിളികൾക്ക് അറുതി വേണമെന്ന വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1897 തിയോഡൻ ഹേസിലിൻ്റെ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലും സ്വിറ്റ്സർലാൻഡിൽ ചേർന്ന ആദ്യ ജൂയിഷ് കോൺഫറൻസ് മുതൽ 1917 ബ്രിട്ടീഷ് സെക്രട്ടറി ആൽഫ്രഡ് ബാൾഫോറിൻ്റെ ഫലസ്തീൻ ജൂതരാഷ്ട്രമാക്കിക്കൊണ്ടുള്ള പരസ്യ പ്രഖ്യാപനം വരെയുള്ള വിവിധ പദ്ധതികളും ഗൂഢാലോചനകളുമാണ് വെള്ളവും വെളിച്ചവും മരുന്നും ആശുപത്രിയുമില്ലാതെ 7 പതിറ്റാണ്ടുകളിലധികമായ കിരാതമായ ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയുടെ അവസ്ഥ കൊണ്ടെത്തിക്കുന്നത്. 95% മുസ്ലിം ഭൂസ്വത്തിൽ നിന്ന് 55% പിടിച്ചു വാങ്ങി കേവലം 5% മാത്രം ഭൂസ്വത്തുള്ള ജൂതഭൂസ്വത്തിനെ 60% ആക്കിക്കൊണ്ടായിരുന്നു ഈ ക്രൂരതയുടെ തുടക്കം. നാൾക്കുനാൾ ഫലസ്തീൻ്റെ മണ്ണിൽ മൃതിയടയുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു തുടങ്ങി. 30കളിൽ ഭീകരവാദി സംഘടനകൾ എന്ന് ചാപ്പ കുത്തപ്പെട്ട ഇർഗുനിൻ്റെയും ഹഗാനിൻ്റെയും പിന്തുണയോടെയും 1948 ഔദ്യോഗിക രാഷ്ട്രീയമായതിനു പിന്നാലെ അമേരിക്ക പോലെയുള്ള യുദ്ധക്കുതിയൻ രാജ്യങ്ങളുടെ പിൻബലത്തോടെയുമാണ് ജൂത സയനിസ്റ്റുകൾ ഈ മനുഷ്യഹത്യ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മെറ്റ, ആമസോൺ, ഗൂഗിൾ എന്നീ മൾട്ടിനാഷണൽ കമ്പനികളുടെ സാമ്പത്തിക പിന്തുണ ചെറുതൊന്നല്ലാത്ത വിധം ഇതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ജീവനറ്റ ശരീരങ്ങൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ചവരുടെ അക്കക്കണക്കുകളും തകർന്നിടിഞ്ഞ കെട്ടിടത്തിൻ്റെ നാശനഷ്ടത്തിൻ്റെ കൂമ്പാരവും ഇന്നും ലോകത്തിന് അപരിചിതമാണ്. മനുഷ്യത്വത്തിൻ്റെ കേവല പാഠം പോലും ഇല്ലാത്ത ഇസ്രായേൽ തൂക്കുധാരികൾക്ക് മുന്നിൽ ഈയിടെ പൊലിഞ്ഞത് 16,000-ഓളം കുഞ്ഞുങ്ങളടക്കം 41,000-ത്തിലധികം ജീവനുകളാണ്. പ്രശസ്ത കവി മഹ്മൂദ് ദർവീഷിൻ്റെ വരികളിലൂടെ ഫലസ്തീനെ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരിക്കൽ ഞങ്ങളൊരു ജനതയായിരുന്നു, ഇപ്പോൾ വെറും കല്ലുകളാണ്. ഒരിക്കൽ ഞങ്ങളൊരു രാജ്യമായിരുന്നു, ഇപ്പോൾ വെറും പുകയാണ്. നിലം പരിശായ ഭവനങ്ങളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്തി നരകതുല്യമായ ജീവിതം നയിക്കുകയാണവർ. ഇൻകുബേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന 30 ശിശുക്കളാണ് വൈദ്യുതി ഇല്ലാത്തത് മൂലം പള്ളിക്കാട്ടിലെ മീസാൻ കല്ലുകൾക്കിടയിൽ അഭയം പ്രാപിച്ചത്. ജീവിത കൊതി കാരണം അടുത്തുണ്ടായിരുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട് പ്രതീക്ഷയാലെ കാത്തിരുന്ന ഫലസ്തീൻ കുഞ്ഞിന് സാക്ഷിയായത് താൻ അകപ്പെട്ട കാറടക്കം ചുട്ട് ചാമ്പലാക്കിയ ഇസ്രായേൽ പട്ടാളത്തിനെയായിരുന്നു. ഓരോ മണിക്കൂറിലും 6 കുഞ്ഞുങ്ങളടക്കം 15 പേർ ഫലസ്തീൻ ഭൂമുഖത്ത് നിണം ചുന്തുന്ന ഈ സാഹചര്യത്തിലും എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുബാല്യങ്ങളെ തൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നിഷ്കരണം വെടിയുതിർക്കുന്ന ജീവനറ്റ സ്ത്രീ ഉടലുകളെ തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇനിയും നിലക്കാത്ത നിലവിളികളും ആർപ്പുവിളികളും ഊർജമാക്കിയെടുക്കുന്ന ഇസ്രായേൽ തോക്കുധാരികളോടും അധികാരികളോടും ഒന്നേ ചോദിക്കാനുള്ളൂ, വിദ്വേഷത്തിൻ്റെ ഏത് വാക്സിനുകളാണ് നിങ്ങളിൽ കുത്തിവെച്ചിട്ടുള്ളത്? ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കൊള്ളിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.